ആ സൈഡ് ഫുള്ളായിട്ട് കത്തും കേട്ടോ. വെളുത്തുള്ളി കൃഷി ഉണ്ടെന്നുണ്ടോ? വെളുത്തുള്ളിതാ ഫുള്ള് തണ്ടോട് പോയിട്ടിരിക്കുന്നുണ്ടോ. അവിടുത്തെ ഗ്രാമക്കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തിരിക്കുക കേട്ടോ, ഇവിടെ തിരിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് മന്നമന്നൂർ ചെമ്മരിയാടിൻ്റെ ഫാമിലാണല്ലോ കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒറ്റയൻ സഞ്ചാരി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നത് കൊല്ലത്തുനിന്ന് കേട്ടോ. കൊല്ലത്തുനിന്ന് എന്നും എല്ലാ ദിവസവും 6:15 ഒരു ട്രെയിനുണ്ട് പുനലൂർ മധുരൈ. ആ ട്രെയിനകത്താണ് നമ്മൾ മധുര എത്തിയത്. ഈ ഒരു ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുനലൂരിൽ നിന്നാണ്. പുനലൂർ മധുരയാണ്. 6:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊല്ലത്തെത്തും. അപ്പോൾ വെളുപ്പിന് 3:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങും. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്. ആ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ആറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ബസ് കിട്ടും കേട്ടോ. ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കൊടൈക്കനാലിലേക്ക് ബസ്സുണ്ട്. നമ്മുടെ TNRTCയുടെ ബസ്സുണ്ട്. ഒരാൾക്ക് വരുന്നത് 102 രൂപയാണ് ടിക്കറ്റ് ഫെയർ വരുന്നത്. വെള്ളം വേണമെങ്കിൽ ഇതാ ഈ ഒരു 5 ലിറ്ററിൻ്റെ കിട്ടത്തുള്ളൂ. ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ 1 ലിറ്ററിൻ്റെ ക്യാനൊന്നുമില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ 1 ലിറ്ററിൻ്റെ 2-3 ക്യാനുണ്ട്. അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ബാക്കി കയ്യിൽ സൂക്ഷിക്കുക. ഈ കൊടൈക്കനാലിൽ നിന്നൊരു 40 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പൂണ്ടി, മന്നമന്നൂർ, പൂപ്പാറ എന്ന് പറഞ്ഞ ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളുണ്ട്. ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ടുള്ളത്. 10:24 ആയപ്പോഴത്തേക്കും പൂണ്ടി പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ നോർമൽ ബസ്സിനെക്കാട്ടിയും കച്ചീസായിട്ട് കുഞ്ഞൊരു വണ്ടിയാണ്. അതായത് കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്ററുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഇപ്പോൾ പൂണ്ടിയിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പൂണ്ടിയിലേക്കാണ്. നമുക്ക് 2 പേർക്കും കൂടെ ടിക്കറ്റ് ഫെയർ ആയത് 100 രൂപയാണ്. ഒരാൾക്ക് 50 രൂപ വെച്ച് 100 രൂപ ടിക്കറ്റ് ഫെയർ ആയിട്ടുണ്ട്. നമ്മളൊരു ചേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അഖില്, നീ എന്തിരുന്ന് കുത്തിരുന്ന് നോക്കുന്നേ? എൻ്റെ വീഡിയോ തന്നെ ഒന്ന് കൊടൈക്കനാൽ സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഈ കാണുന്നതാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് കേട്ടോ. പഴനിയാണ് കാണാറ്. പഴനി കിഡിലൊരു വ്യൂ കേട്ടോ. കിഡിലൊരു വ്യൂ. താഴെ ആ താഴ്വാരത്തിൻ്റെ വ്യൂ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ബസ് ഇപ്പോൾ പൂമ്പാറയിൽ ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൂമ്പാറയിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കിഡിലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് വെളുത്തുള്ളി കൃഷി ഉണ്ടെന്നുണ്ടോ. വെളുത്തുള്ളി ഫുള്ള് തണ്ടോട് പോയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇനിമല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. കിഡിലല്ലെങ്കിൽ അപ്പോൾ താഴെ വീടുകളൊക്കെ കിടക്കുന്നുണ്ടോ. അവിടുത്തെ ഒരു വ്യൂ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടെ തട്ടായിട്ട് ഒരു കൃഷിയിടങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ വീടുകളും ആ ഒരു കുഞ്ഞു ടൗണും ഒക്കെ ഇങ്ങനെ കിടക്കാൻ എന്ത് ഭംഗിയാണോ. ഈ അടുക്കി പിന്നെ തട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും. നമ്മൾ പൂണ്ടിക്ക് പോകുന്ന വഴി കേട്ടോ. ഇതിപ്പോൾ പൂമ്പാറ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. വ്യൂ പോയിൻ്റാണ്. പൂമ്പാറ വ്യൂ പോയിൻ്റാണ്. ഇവിടുത്തെ ജസ്റ്റ് ഈ ആ ഒരു കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ. നമ്മളെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഒരു കച്ചേസ് വണ്ടിയാണ്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. നമ്മൾ പൂമ്പാറയിൽ നിന്ന് മുകളിൽ നിന്നാണ് വ്യൂ പോയിൻ്റ് ഇല്ല. ആ വ്യൂ പോയിൻറ്റിൻ്റെ താഴെ, അതായത് ആ ഒരു കൊച്ചു വീടുകളുടെയൊക്കെ ആ ഒരു താഴെ, ആ താഴ്വാരത്ത് കറക്റ്റ് പൂമ്പാറയിൽ എത്തി വണ്ടി തിരിച്ചിട്ട് പോകുവാണ്. കണ്ട നമ്മൾ ആ മുകളിൽ നിന്ന് കണ്ട അതേ ഭാഗമാണ്. കണ്ട ആ ഒരു വീടുകൾ അടുക്കി നിൽക്കുന്നത്, ആ ഒരു കുഞ്ഞ് ടൗണിൻ്റെ ആ ഒരു കാഴ്ചകൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയല്ലേ. പൂണ്ടി പോകുന്ന ഇവിടെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തീ പിടിച്ചിട്ടുണ്ട്. കേട്ടോ നമ്മൾ കൂക്കൽ പോകുന്ന വഴി കേട്ടോ. ഇവിടെ തീ പിടിച്ചിട്ടുണ്ടോ. അമ്മോ, കൂക്കൽ പോകുന്നത്. കൂക്കൽ ആ അവിടെ ഫുള്ള് കാട്ടുതീ പിടിച്ചോട്ടോ. ഈ മൊത്തം നല്ല ചൂടല്ലേ അടിക്കുന്നത്.
ഇപ്പോൾ കൂക്കിൽ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. വാറേടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ ഫുള്ള് കാട്ടുതീ ആയിക്കോ കേട്ടോ, ഫുള്ള് കാട്ടുതീ ആയിക്കോ. നമ്മൾ കൂക്കൽ പോകുന്ന വഴി കേട്ടോ, കൂക്കൽ. നമ്മൾ കണ്ടക്ടർ ചേട്ടനുണ്ടേ. വാരയടി എന്ന് പറഞ്ഞ ഭാഗം കേട്ടോ. ഇവിടെ ഈ തീ പിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വണ്ടി ആവുമെന്ന് ഒരു തീ അണയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് ചൂടല്ലേ കഴിക്കുന്നത്, ഫുള്ള് കരിഞ്ഞ് ഫുള്ള് ചൂടടിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആ രീതി ചൂടിയോടെ ഈ പിടിച്ച് കയറുന്നുണ്ടോ, അവർ തീ അണയ്ക്കുന്നുണ്ട്. കാടിന് ഫുള്ളായിട്ട് തീ പിടിച്ചെടുക്കുക. അപ്പോൾ ഫുള്ള് തീ പിടിച്ചോട്ടോ, ഫുള്ള് തീ പിടിച്ച് അണച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഫയർഫോഴ്സ് അതും കിടയാതാ, ഫയർഫോഴ്സ് ഇതും കിടയാതാ, ഒന്നുമില്ലല്ലേ? ഞങ്ങൾ കേരള കൊല്ലം. യൂട്യൂബറാ. അവിടെ നിന്ന് മേളിൽ നിന്ന് കത്തിയത് അത് കാരണം കത്തിച്ചാണോ അതോ അല്ലാതെ നോർമലി തീ പിടിക്കുന്നതാണ്? അത്രയ്ക്ക് ചൂടല്ലേ അടിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ? സ്ഥലത്തിൻ്റെ പേരെന്തോ? സ്ഥലത്തിൻ്റെ പേര് മന്നമനൂർ. കൈകാട്ടി. ഇപ്പോൾ ഉള്ള കൈകാട്ടി മന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മന്നമന്നൂർ ആയിട്ടില്ലല്ലേ കൈകാട്ടി? മന്നമന്നൂർ ഭാഗം അത്. മന്നമന്നൂർ ആയിട്ടില്ല, മന്നമന്നൂർ ഭാഗം. പിന്നെ ആ സൈഡ് ഫുള്ളായിട്ട് കത്തും കേട്ടോ, ഫുള്ളായിട്ട് തീ പിടിച്ചു കേട്ടോ. നമ്മൾ വണ്ടി പോകാൻ അവർ ഹോസൊക്കെ വെച്ചിട്ടാണ് ഈ തീ അണഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഉള്ളെടുത്തിട്ട്. അല്ലെ ഫയർഫോഴ്സോ കാര്യങ്ങളോ ഒരു ഇത് ഊർക്കില്ല. ഫുള്ളായിട്ട് കത്തി കേട്ടോ. കൊടൈക്കനാലിലുള്ള മന്നമന്നൂർ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് അവിടെ തീ പിടിച്ചുകൊണ്ട് നമ്മളെ വണ്ടി കുറേ ബ്ലോക്കായിപ്പോയി അവിടെ. മന്നമന്നൂർ ആ ഒരു തട്ടായിട്ടുള്ള കൃഷികൾ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇതിലൂടെ ആറൊഴുകുന്നുണ്ട്. പക്ഷേ ഒരു ഡിസംബർ ഇപ്പോൾ സീസണല്ല കേട്ടോ. ഇപ്പോൾ സീസൺ ആയിരുന്നുണ്ടെങ്കിലേ അടിപൊളിയായിരുന്നു തന്നെ. ഇപ്പോൾ നല്ല ചൂടാണ്ട് കരിഞ്ഞുണങ്ങി കിടക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു ഫീൽ കിട്ടാതെ. കൗഞ്ചി എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശം കേട്ടോ. കൗഞ്ചി എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്തോടെ നമ്മളെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കൗഞ്ചി അവിടെ ആ വീടുകളൊക്കെ നോക്കേ. നമ്മൾ ഈ വണ്ടിക്കകത്ത് തിരിച്ച് മന്നമന്നൂർ ഇറങ്ങും. പൊന്നാമ്പുഴ മൊത്തം കാണിക്കും. ക്ലാവര റൂട്ട് പോകുമ്പോഴുള്ള ഗ്രാമീണ കാഴ്ചകളാണ് ഇത്. എന്തായാലും നമ്മൾ കൊടൈക്കനാലിൽ സാധാരണ എല്ലാവരും പോയി കാണുന്ന കണക്കുള്ള ഒരു കാഴ്ചകളല്ല ഇപ്രാവശ്യം വന്ന് പകർത്തിയേക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ട് കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിട്ട് അവിടുത്തെ ഗ്രാമക്കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ക്ലാവര ആവില്ല, ക്ലാവര 15 കിലോമീറ്ററാണ്. മറ്റേ ആ സ്ഥലത്തിന് പേരുന്നത് പൂണ്ടിയിൽ നിന്ന് ക്ലാവര 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ. പക്ഷേ എല്ലാ സൈഡും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ കിടു കേട്ടോ, കിടു ലാൻഡ്സ്കേപ്പാണ്. ഇവിടെ തിരിയും കേട്ടോ, ഇവിടെ തിരിച്ചിട്ട് പോവാം. ക്ഷേത്രം കേട്ടോ, അമ്പലം. അത് ഒരു കുഞ്ഞുങ്ങളൊക്കെ യാത്രയൊക്കെ സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ പൂണ്ടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാവര ആയാലും എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മൾ വന്ന് കാണുന്നതിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അത് ഈ ഒരു ബസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ക്ലാവരയിൽ ഇപ്പോൾ ആള് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഒരു ബസ്സിനെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബസ്സിനാണ്. ഇവിടുന്ന് ഇനി റിട്ടേൺ ബസ് ഇല്ല, 5 മണിക്കങ്ങണ്ടേ ഉള്ളൂ. ഞാൻ പൂണ്ടി ക്ലാവരയൊക്കെ പോയിട്ട് നമ്മൾ മന്നവന്നൂർ ആ കുഞ്ഞു ഗ്രാമത്തിൽ വന്നിറങ്ങണം കേട്ടോ. ഇന്ന് ഫുഡ് കഴിക്കണം. ഒന്നാമത്തെ പരിപാടി ഇനി ഇവിടെ കയറില്ലടാ, ഒന്ന് കഴിക്കാം. ഹോട്ടൽ ഇവിടെ ഫുഡ് കഴിക്കാം. കഴിച്ചോട്ടോ. നല്ല ബൺ പൊറോട്ടയും ഓംപ്ലേറ്റും അടിച്ചു. ഇവിടുന്ന് മധുരയ്ക്ക് 180 കിലോമീറ്ററാണ്, കോയമ്പത്തൂർ 202 കിലോമീറ്റർ. ഇതാണ് നമ്മളെ ചെമ്മരിയാടിൻ്റെ ഫാം, മന്നവന്നൂർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മന്നവന്നൂരാട്ടോ. മന്നവന്നൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. മന്നവന്നൂർ എന്ന കുഞ്ഞ് ഗ്രാമമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മരിയാടിനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവിടത്തേക്കുള്ള പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പോകുന്നുണ്ട്. ടിക്കറ്റ് ചാർജ് ഞങ്ങൾ 20 രൂപയാണ്. ഇതാണ് നിൽക്കുന്നത് ചെമ്മരിയാടിൻ്റെ കൂട്ടം നിൽക്കുന്നത് കണ്ടോ. ചെമ്മരിയാടിൻ്റെ കൂട്ടം നിൽക്കുന്നത് കണ്ടോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കണം. ചെമ്മരിയാടും കൂട്ടം പോകുന്നുണ്ടോ. അവർ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മന്നവന്നൂർ ചെമ്മരിയാടിൻ്റെ ഫാമിലാണുള്ളത് കേട്ടോ. ക്ലാവരയൊക്കെ പോയി ഹൈ റേഞ്ചിൽ പോയിട്ട് ആ ഒരു തോട്ടങ്ങളിലെ എല്ലാ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ മന്നവന്നൂർ വന്ന് ഇറങ്ങി തന്നെ ഈ ഒരു ചെമ്മരിയാടിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വന്നത് എന്നെല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത കൊടൈക്കനാലിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഗുണ കേവിൻ്റെ പറ്റുമെന്നുണ്ടെങ്കിൽ ഗുണ കേവിനും കൂടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് 2ാമത് എപ്പിസോഡും കൂടെ വരുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് എപ്പിസോഡായിരിക്കും. അങ്ങനെ സ്വന്തം വരും കഥാനാ. വേലൻ ചേട്ടൻ അവിടെ കേട്ടോ. ഇവരെയൊക്കെ മേയ്ക്കുന്ന വേലൻ ചേട്ടനാണ് ഇരിക്കുന്നത്. ഇത്രയും പേരെ മട്ടുന്നാ ഇவ்வளோ பேர் மட்டும்தான் இனி இருக்கா? ஆஹா, ഒരു ബാച്ച് താ. ഇതൊരു ബാച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 4 ബാച്ച് ടീമുകളുണ്ട്. കണ്ടേ, അടുത്ത് കണ്ടോ. ചായക്കാശിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്.
സംഭവമൊന്നുമില്ല. സംഭവം വീഡിയോ എടുക്കണ്ട. വേറെ ബാച്ചിൻ്റെ അടുത്തായിരുന്നു പോയതെങ്കിൽ ചിലപ്പോൾ അവർ സമ്മതിച്ചു. അതെ, പരിപാടിയായിട്ട് വരുന്നുണ്ട്. ആരാന്ന് ഇത് എവിടെ ചെന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും? ഓക്കെ, കിണികിണികിണാന്ന് വരുന്നുണ്ടോ ചെമ്മരിയാടും കുട്ടന്മാർ. പ്രത്യേക ഒരു ഭംഗിയാട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ മന്നവന്നൂർ ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ട്രെൻഡിങ് ആയ ഗുണ കേവിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ.